ശബരിമലയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് മനഃപൂർവ്വം എവിടെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. കാരണം ഒരു മണ്ഡലകാലം അവസാനിച്ചാൽ പിറ്റേ ദിവസം മുതൽ അടുത്ത മണ്ഡലകാലത്തിനുള്ള ഒരുക്കങ്ങൾ ആയിരിക്കണം നടത്തേണ്ടത്. കാരണം അത്രമാത്രം ചെയ്തു തീർക്കാനുണ്ട് സർക്കാരിന്. ശബരിമല ഒരു ദിവസം 2 ലക്ഷവും 3 ലക്ഷവും ആളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റിൽ തന്നെ 80 മുതൽ 60 പേരാണ് 18-ാം പടി ചവിട്ടി കയറിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 50-60 ആയി. കാരണം പറ്റുന്നില്ല. ഇപ്പൊ പോലീസുകാരെ വിന്യസിക്കുന്നില്ല, പോലീസുകാരുടെ എണ്ണം കുറവ്, അങ്ങനെ പല പാളിച്ചകളും ശബരിമലയിലുണ്ട്. ജയകുമാർ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കയറിയിട്ട് 2 ആഴ്ചയേ ആയിട്ടുള്ളൂ. ശബരിമലയെ ഈ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ അതിനെ മറച്ചു പിടിക്കാൻ ഇത്തരം ചില വിഷയങ്ങൾ കൊണ്ടുവന്നാൽ അത് പതുക്കെ അങ്ങ് അണയും. പിന്നെ അതിലേക്ക് ശ്രദ്ധ പോകില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആരോ കളിച്ച നാടകമായിട്ടല്ലേ നമുക്കിതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനും അപ്പുറം ഒരു പടി കൂടി കടന്ന് ചിന്തിച്ച് നോക്കിക്കേ. ശബരിമല ആർക്കും വേണ്ടാതെ അന്യാധീനപ്പെട്ടു പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ. അപ്പോൾ അവിടെ റിസോർട്ട് ഉണ്ടാക്കാം, പല തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ നേരത്തെ വന്നിട്ടുണ്ട്. പലർക്കും താല്പര്യമുള്ള ഒരു മേഖലയാണ് പന്തളം. വ്യവസായികൾക്കും താല്പര്യമുള്ള മേഖലയാണ്. ആ വ്യവസായികൾ എന്ന് പറയുമ്പോൾ അതിനെ ചുക്കാൻ പിടിക്കുന്നത് അത് ആ സമയത്ത് ഏത് ഭരണകൂടം ഇരിക്കുന്നു, LDF ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ, ഏത് ഭരണകൂടം ഇരുന്നാലും ഈ വ്യവസായികളെ വിട്ടൊരു കളിയൊന്നും ഉണ്ടാകില്ല. അവർ അസറ്റാണ്, അസറ്റ് ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് അതിനും വിരോധമില്ല. പക്ഷേ പുണ്യ പരിപാവനമായിട്ടുള്ള ശബരിമലയെ തൊട്ട് കളിക്കുമ്പോഴാണ്, വിശ്വാസികളുടെ നെഞ്ചത്തോട്ട് കയറി കളിക്കുമ്പോൾ നമുക്കതിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത്. ഇപ്പൊ 4000 പേർക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് 20,000 പേരെ കയറ്റി നിർത്തിയാൽ എങ്ങനെ ഉണ്ടാകും? ഇപ്പൊ ധന്യ പറഞ്ഞില്ലേ, ഒരു മണ്ഡലകാലം അവസാനിച്ച് പിറ്റേ ദിവസം മുതൽ ഇതിന്റെ അടുത്ത വർഷത്തേക്കുള്ളതിന്റെ പണിപ്പുരയിലായിരിക്കണം. കാരണം അത്രമേൽ കാര്യങ്ങൾ അവിടെ ചെയ്തു തീർക്കാനുണ്ട്. ഇനി പിറ്റേ ദിവസം ഇവർക്ക് തുടങ്ങണ്ടാവേ? ഇവര് ഒരു 6 മാസം കൊണ്ട് തുടങ്ങിക്കൂടെ? ഒരു 6 മാസം കൊണ്ട് ഇവർക്ക് തുടങ്ങാമല്ലോ. 6 മാസം മണ്ഡലകാലം വരികയാണ്, അതിന് വേണ്ടുന്ന പരിപാടികൾ ചെയ്യുക, അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കുക. അവിടെ സന്നദ്ധ സംഘടനകളെ ഒന്നും അനുവദിക്കുന്നില്ല. അവിടെ ശൗചാലയം പോലും ഇല്ലാത്ത ഒരവസ്ഥ. അപ്പൊ ആ അവസ്ഥയിലേക്ക് ഒരു 2 ലക്ഷം പേര് വരുന്നിടത്ത് 1000 ശൗചാലയമാണ്. ബാക്കിയുള്ളവരെന്താ കാട്ടിൽ മൂത്രമൊഴിക്കുകയും വിളിക്കുകയും ചെയ്യുമോ? ബയോ ടോയ്ലറ്റുകൾ മതിയല്ലോ, വലിയ പൈസയും ഇല്ലല്ലോ. 25,000 30,000 അമ്പക്കൂടി പോയി 50,000 രൂപ. ഇത് വാങ്ങി ഒരു 2,000 3,000 ബയോ ടോയ്ലറ്റുകൾ വെച്ചാൽ ഒരു 5-6 കോടി മാക്സിമം പോകുമായിരിക്കും. ഈ സർക്കാർ 6 കോടി എന്ന് വലിയ ഇതല്ല. അല്ല, ഇവിടുന്ന് വരുമാനം കിട്ടുന്നില്ലേ? അല്ല, ഇവിടുന്ന് അടിച്ചു മാറ്റുന്നതിന്റെ കുറച്ച് ഭാഗം മറ്റേ ഭക്തർക്ക് ഉപയോഗിച്ചാൽ മതിയല്ലോ. അല്ല, ഇനി അടിച്ചു മാറ്റുന്നത് ഉപയോഗിക്കണ്ട, അവർക്ക് കൈകൊള്ളും, നെഞ്ചുരുകും. അടിച്ചു മാറ്റിയതാണ്, കഷ്ടപ്പെട്ടാണ് അത്രയും അടിച്ചു മാറ്റിയത്. വേണ്ട, നമ്മുടെ ശബരിമലയുടെ തനത് വരുമാനമില്ലേ, ആ വരുമാനത്തിൽ നിന്ന് എടുത്താൽ പോലും ഒന്നുമില്ല. ഇപ്പൊ ഈ പറയുന്ന കണക്ക് എന്ന് പറയുന്നത്, ഇപ്പൊ ഈ വർഷത്തെ ശബരിമലയുടെ മൊത്തം വരുമാനം ഇത്ര കോടി, ഓരോ കോടിക്കണക്കാണല്ലോ നമ്മൾ എല്ലാ വർഷവും കേൾക്കുന്നത്. അതിൽ നിന്ന് ഒരു 2 കോടി മാറ്റി വെച്ചാൽ എന്താ പ്രശ്നം? ഈ മാറ്റിവെക്കുന്ന തുക എന്ന് പറയുന്നത് ഈ ശബരിമലയിലെ തുക മറ്റ് എന്താ പറയാ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. എത്ര ക്ഷേത്രങ്ങൾ ഇവർ പുനരുദ്ധരിച്ചിട്ടുണ്ട്? അയ്യോ, ഇവർ ഒരുപാട് ക്ഷേത്രങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളിൽ നിന്നും സ്വർണം കാണാനില്ല, ചെമ്പ് മറ്റേ ഇത് കാണാനില്ല, മരതക രത്ന പലതും അവർ ഉദ്ധരിച്ച് ഇപ്പം ദൈവങ്ങൾ പോലും അവിടെ ഇല്ല എന്നാണ് പറയുന്നത്. ഇവരുടെ ഉദ്ധരിപ്പ് കൂടി പോയിട്ട്. അതെ, അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളെ ഇവർ ചെയ്യുന്നുണ്ടാവും. അവർക്ക് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ പോയി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിന് വേണ്ടുന്ന പ്രസിഡന്റുമാരോ അല്ലെങ്കിൽ ആരാണ് അവിടെ വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശബരിമല എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ഈ മുതൽ കക്കാനുള്ള ഒരു ഇടം മാത്രമായിട്ട് മാറുന്നുണ്ട്. നമ്മൾ പിണറായിനെ പറയണ്ട, ശരി, പിണറായിനെ എപ്പോഴും പറയുന്നു എന്ന് പറയും. ഇനി പിണറായിനെ പറയണ്ട, അവിടെ ദേവസ്വം ബോർഡിൽ ഉൾപ്പെടെ ഇരിക്കുന്ന ആളുകൾ ഏത് ഭരണപക്ഷിയിൽപ്പെട്ടതാണ്? ആ ഒരു ഭരണകാലത്തിന് മുമ്പ് ഏത് ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്? അപ്പോ പ്രതിപക്ഷം ഇതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അതിനു മുമ്പുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ കാലം മുതലുള്ള അന്വേഷണം ഇങ്ങ് തുടങ്ങും. അപ്പൊ പലതും വെളിപ്പെടും. ഒരുപക്ഷെ കോൺഗ്രസിന് ഇത്രത്തോളം മുക്കാൻ അറിയാൻ പറ്റില്ല, അത്രയും ഒരു ചങ്കുറപ്പില്ല കോൺഗ്രസിന്.
വിവരമില്ല എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ അത്രയൊന്നും ചെയ്തില്ലെങ്കിലും ഇതിൻ്റെ ഒരു കനൽ എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട്, അതായത് ശബരിമല ഇത്രയും വലിയൊരു സ്ഥാനമായി, അതായത് ദേവസ്ഥാനമായി മാറുമെന്നും ഇത്രയും ആളുകൾ വരുമെന്നും മനസ്സിലാക്കുമ്പോഴാണല്ലോ ഇതിനകത്തേക്ക് കണ്ണു പതിയുന്നത്. അപ്പോൾ അങ്ങനെ പതിഞ്ഞു തുടങ്ങിയത് ഏത് കാലഘട്ടം മുതലാണെന്നുള്ള അന്വേഷണം വരണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു പോയത് പഴയ കാര്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലും ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ടാക്കാൻ ഈ പറയുന്ന മുതലിൽ നിന്ന് തന്നെ മതി, ഇവിടെ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് മതി. അതിൽ നിന്ന് എടുക്കാനായിട്ട് എന്താണ് ഇത്? ഭക്തർ കൊടുക്കുന്ന വരുമാനമല്ല, ഇവർ അടിച്ചു മാറ്റിയതല്ലല്ലോ. അടിച്ചു മാറ്റിയതെന്ന് പോകുമ്പോൾ നെഞ്ചുരുകും ചിലപ്പോ. വേണ്ട, അതും വേണ്ട. ഇവർക്ക് ഇത് ചെയ്തുകൂടെ? ഇതും ചെയ്യുന്നില്ല. ഇപ്പൊ ഈ 10 വർഷമായിട്ട് ഒരു സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. 10 വർഷം കൊണ്ട് ഒരു നാട്ടിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും? എത്ര മാറ്റം! ഭരണ തുടർച്ച ഇല്ലാത്തത് കൊണ്ടാണ് പലതും പൂർത്തിയാക്കാത്തത് എന്നാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ പറഞ്ഞിട്ടുള്ളത് എന്നും. അപ്പോൾ ഭരണ തുടർച്ച കിട്ടിയിട്ട് ഒന്നും സംഭവിക്കുന്നില്ല. മറിച്ച് ക്ഷേത്രങ്ങളിലെ മുതലുകൾ, സ്വത്തുക്കൾ എല്ലാം തന്നെ കളവ് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. അതിനാണോ ജനങ്ങൾ ഭരണ തുടർച്ച നൽകിയത്? ഈ CPM-കാരുടെ വോട്ട് കൊണ്ട് മാത്രം ജയിച്ചതൊന്നും അല്ലല്ലോ, ജയിച്ചു വന്നിരിക്കുന്നതല്ലല്ലോ. അല്ല, വിശ്വാസികളായവരുടെ അടക്കം വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ ശോഭാ സുരേന്ദ്രന്റെ ഒരു പ്രസംഗം കേട്ടോ. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ അതിൽ പറയാണ്, എന്നെ കൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാത്തതാണ് നല്ലത്. ഈ കമലച്ചേരത്തിൽ പോയിട്ട് എന്താണ് പിണറായിയുടെ അരയിലെ രസമണി, അതായത് ഏതോ ജ്യോതിഷൻ ജപിച്ചത് കൊടുത്തിട്ടുള്ള ഏലസിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അപ്പം അന്ന് ഞാൻ ഇരിക്കുന്ന സ്ഥലം ഞാൻ ആ വാർത്ത ചെയ്തു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവര് ഒരു വിഭാഗത്തിലുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും ഈശ്വര വിശ്വാസം ഉണ്ട്. അവരത് പുറമെ കളയാം. മറ്റേ സിനിമയിലെ ശങ്കരാടി തലയ്ക്ക് തോർത്തിട്ട് പോകും പോലെയാണ് ഇവരുടെ അവസ്ഥ. അതെ, ഇപ്പൊ കോടിയേരിയുടെ കാര്യം നമുക്കറിയാം. പോവുമല്ലോ. കോടിയേരിക്ക് വേണമെങ്കിൽ പറഞ്ഞൂടെ, ഞാൻ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ്, നിങ്ങൾ പോകരുത് എന്ന് പറയാം. പക്ഷെ അദ്ദേഹം അത് ചെയ്യില്ല. അദ്ദേഹം അത് ചെയ്യാത്തത് ഒരുപക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എന്റെ ദൈവമേ ചെയ്യുന്നത് എന്ന് ഒരു വിളി ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. ഭാര്യയും മകളും തഞ്ചാവൂർ ക്ഷേത്രത്തിൽ പോയില്ലേ? അതെ, അത് തഞ്ചാവൂരാണല്ലോ, ഇവിടെ അല്ല, തഞ്ചാവൂരാണ്. അത് മനസ്സിലാക്കണം. കേരളത്തിലല്ലാത്തതൊന്നും എന്റെ അല്ല, ഞാൻ അവിടെ ഒരു ടൂറിസ്റ്റ് ആയിട്ട് പോയതാണ്. കുറച്ച് നാളുകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗുരുവായൂർ പോയിട്ട് ചോദിച്ച്, ഇതാണോ, ഇവിടെയാണോ ഉണ്ണിക്കണ്ണൻ, നിങ്ങളുടെ ഗുരുവായൂരപ്പൻ ഇരിക്കുന്നത് ഇവിടെയാണോ എന്ന് ചോദിച്ചു. അന്ന് മുതൽ അങ്ങനെയൊക്കെ തുടങ്ങിയ ശനിദശയാണ്. നിലത്ത് നിർത്തിയിട്ടില്ല ഗുരുവായൂരപ്പൻ എന്നാണ്. എവിടെ പോയാലും ഓടിച്ചിട്ടടി കിട്ടും. അല്ല, അതുകൊണ്ട് തന്നെ എല്ലാവരും പറയുന്നുണ്ട്, മൂപ്പരെവിടെ പോയാലും ആ നാട്ടില് ദുരന്തമാണ് എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നുള്ളത്. അതായത് നമ്മൾ പറയില്ലേ, ഇനി ദൈവത്തിൽ വിശ്വസിക്കണ്ട, പക്ഷെ കാലത്തിന്റെ ഒരു തിരിച്ചടി ഉണ്ടാവും. അതാണ് നമ്മൾ കാലത്തിന്റെ കാവ്യനീതി എന്ന് പലപ്പോഴും പറയുന്നത്. എളുപ്പത്തിൽ ന്യൂജൻ ഭാഷയിൽ പറഞ്ഞ കർമ്മ ഈസ് ബൂമറാങ്. അത് തന്നെ, ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. അപ്പോ ഈ അയ്യപ്പനെ വെച്ച് ഇവർ മുതലെടുത്തു, മാക്സിമം മുതലെടുത്തു. പക്ഷെ അയ്യപ്പനെ കൊണ്ട് സ്വയം അയ്യപ്പൻ എന്ന് പറയുന്ന വിശ്വാസം, ആ ദൈവത്തെ പ്രതി നമുക്കുള്ള വിശ്വാസം, അല്ലെ ദൈവം തന്നെ സ്വയം വിചാരിക്കുന്നു, എന്നെ ചെയ്താൽ ഞാൻ ക്ഷമിക്കും. പക്ഷേ ഒരു ദൈവവും ഒരു വിശ്വാസത്തിലും, എല്ലാ വിശ്വാസത്തിലും പറയുന്ന കാര്യം, എൻ്റെ ഭക്തനോട് നീ ചെയ്താൽ അത് ഞാൻ ക്ഷമിക്കില്ല. അത് ഈ ഭരണത്തിൽ ഉടനീളം കാണാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ മൂന്നാമതൊരു ഭരണവും കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കോൺഗ്രസിന്റെ നല്ല കയ്യിലിരിപ്പ് കൊണ്ടും ശുഷ്കാന്തി കൊണ്ടും വീണ്ടും ഭരണം തന്നെ, കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ആഞ്ഞു ശ്രമിക്കുന്നത് കൊണ്ടും വീണ്ടും ഒരു മൂന്നാമത് പിണറായി സർക്കാരിനെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് നമ്മുടെ തലമുറയാണ് ദാസ. അതുകൊണ്ട് മൂന്നാമതുള്ള ഭരണത്തിലെങ്കിലും ഏറി കയറാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് വിശ്വാസത്തെ ബുദ്ധി കൊണ്ട് വിശ്വാസത്തെ അളക്കരുത്. എന്തോ അഴിമതി നടത്തിക്കോ, എന്ത് വേണമെങ്കിലും കൊണ്ടുപോക്കോ, ഖജനാവ് കാലിയാക്കിക്കോ, അതൊക്കെ നിങ്ങളെ കൈ കിട്ടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഈ സാധാരണക്കാരന്റെ വിശ്വാസത്തിൽ തൊട്ടുകൾ, ഏത് മുസ്ലിം പള്ളിയായാലും ക്രിസ്ത്യൻ പള്ളിയായാലും അവിടെയൊന്നും ചെന്ന് കയറാൻ പറ്റൂല. ഹിന്ദുവിനാണ് ഈ തട്ടിപ്പ് മൊത്തവും നടത്തുന്നത്. ഇനി അത് അനുവദിച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭക്തർ ആരും ഇനി അത് അനുവദിച്ചു കൊടുക്കുമെന്നുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.